ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ ഇതുവരെയും കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് അടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ആ പടത്തിൽ വന്നിട്ടുള്ള വൂൾവറിൻ്റെ പല വെർഷൻസിനെ കുറിച്ചാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഡെഡ്പൂള് പുള്ളിയുടെ യൂണിവേഴ്സിലെ ലോഗൻ മരിച്ചതിന് ശേഷം പുള്ളിയുടെ യൂണിവേഴ്സിനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ഒരു ലോഗനെയും തപ്പിയിട്ട് പുള്ളിക്ക് പറ്റിയ ലോഗനെയും തപ്പിയിട്ട് പല യൂണിവേഴ്സുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വൂൾവറിൻ്റെ പല വെർഷൻസിനെ കാണുന്നുണ്ട്. അങ്ങനെ പുള്ളി കാണുന്ന ഫസ്റ്റ് വെർഷനാണ് ദ പാച്ച്. ആക്ച്വലി ഈ പാച്ച് എന്ന് പറയുന്നത് ഈ വൂൾവറിൻ്റെ ഒരു പ്രത്യേക വേരിയൻ്റ് ഒന്നല്ല, ഇത് നമ്മുടെ വൂൾവറിൻ്റെ തന്നെ ഒരു സീക്രട്ട് ഐഡൻറ്റിറ്റിയാണ്. മദ്രിപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അണ്ടർ കവറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വൂൾവറിൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീക്രട്ട് ഐഡൻറ്റിറ്റിയാണ് ഈ പാച്ച്. പുള്ളി വെള്ളക്കൂട്ടും പിന്നെ കണ്ണിൽ ആ പാച്ചൊക്കെ ഇട്ടിട്ട് നോർമലായിട്ട് തന്നെ അവിടുത്തെ ജനങ്ങളുമായിട്ട് ബ്ലെൻഡിനായിട്ട് ക്രൈം ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്തിട്ട് പുള്ളിയുടെ എക്സ്മാൻ ഐഡൻറ്റിറ്റിയിലേക്ക് പോകാതെ തന്നെ ഇതൊക്കെ സോൾവ് ചെയ്യും. പിന്നെ അതിനുശേഷം പുള്ളി ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലേക്ക് ഒരു വയസ്സായിട്ടുള്ള ലോഗനെ കാണാൻ പോകുന്നതിൽ കാണിക്കുന്നുണ്ട്. ആക്ച്വലി അത് ദ റിയൽ ഓൾഡ് മാൻ ലോഗനാണ്. അതായത് ആ സ്റ്റോറി നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഫുൾ കോമിക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാൾ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാലും മതി. അതായത് ഈ വേൾഡ് ഏതാണ്ട് അവസാനിച്ചതിന് ശേഷം നമ്മുടെ ഹൾക്ക് അവിടെ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവിടെ ആയിരിക്കും നമ്മുടെ വൂൾവറിനും പുള്ളിയുടെ ഫാമിലിയൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ ഹൾക്കിൻ്റെ ഫാമിലിയുള്ള മെമ്പേഴ്സ് നമ്മുടെ വൂൾവറിൻ്റെ ഫാമിലിനെ മൊത്തം കൊന്നിട്ടുണ്ടാവും. അങ്ങനെ ഹൾക്കിനെയും കൊന്ന് പുള്ളിയുടെ മൊത്തം വംശത്തെ തന്നെ ഇല്ലാതാക്കി നമ്മുടെ വൂൾവറിൻ റിവഞ്ച് എടുക്കുന്ന ഒരു റിവഞ്ച് സ്റ്റോറിയാണത്. സോ ആ വെർഷൻ ഓഫ് ഓൾഡ് മാൻ ലോഗനാണ് ഇത്. പിന്നെ ഒരെണ്ണമാണ് നമ്മുടെ ഷോർട്ട് വൂൾവറിൻ. ആക്ച്വലി നമ്മുടെ വൂൾവറിൻ ഇതേപോലെ 5 അടി 4 ഇഞ്ചൊക്കെ ഉള്ളൂ ഒറിജിനലായിട്ട് കോമിക്കിൽ. അങ്ങനെ ആ ഒരു വൂൾവറിനെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫണ്ണായിട്ട്. പിന്നെ പുള്ളി പോകുമ്പോൾ മൊത്തം സ്കള്ളിൻ്റെ ഒക്കെ എടുത്ത് ഒരു എക്സിൻ്റെ മുകളിൽ നമ്മുടെ കുരിശ് തറച്ച പോലെ നമ്മുടെ വൂൾവറിൻ നിൽക്കുന്നുണ്ട്. അതാണ് ദ ക്രൂസിഫൈഡ് ലോഗൻ. നമ്മുടെ വൂൾവറിനും എക്സ്മെൻ ടീമും ഓസ്ട്രേലിയയിലുള്ള ദ റീവേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമായിട്ട് ഫൈറ്റിന് പോവാണ്. ആക്ച്വലി ഈ റീവേഴ്സ് ഒരു ഹാഫ് മെക്കാനിക്കായിട്ടുള്ള സൈബോക്സ് ആയിരുന്നു. പക്ഷേ ഇതിന് മുമ്പ് വേറൊരു ടീമായിട്ട് നടന്ന ഫൈറ്റിൽ മൊത്തം എക്സ്മാനും ഏതാണ്ട് വീക്കായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവർ ഈ ഫൈറ്റിൽ അവിടുന്ന് മതിയാക്കി പോയേ പറ്റുള്ളായിരുന്നു. പക്ഷെ അവരവിടുന്ന് എസ്കേപ്പ് ആയപ്പോൾ ആ റിവേഴ്സ് ഗ്യാങ്ങിന് നമ്മുടെ ലോഗനെ കിട്ടുകയാണ്. അങ്ങനെ അവരുടെ മൊത്തം ദേഷ്യവും നമ്മുടെ ലോഗൻ്റെ മേത്ത് തീർക്കുകയാണ്. അങ്ങനെ പുള്ളി നമ്മുടെ ലോഗനെ ഒരു വലിയ വുഡൻ എഗ്സിൽ തറച്ച് വെച്ചിട്ട് പുള്ളിയുടെ ബോഡി ഓൾറെഡി ഹീലാവുമല്ലോ മുറിവുണ്ടെങ്കിൽ. അങ്ങനെ ആ മുറിവ് ഹീലാവുന്നവർ വീണ്ടും വീണ്ടും മുറിവാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഏർപ്പാടാക്കും. അതാണ് ദ ക്രൂസിഫൈഡ് ലോഗൻ. പിന്നെ അടുത്ത സീനിൽ നമ്മുടെ ലോഗൻ ഹൾക്കുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. ആക്ച്വലി ഇത് ഡയറക്റ്റ്ലി നമ്മുടെ കോമിക്കിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അതായത് ആക്ച്വലി നമ്മുടെ ഹൾക്കിൻ്റെ വില്ലനായിട്ടാണ് ഫസ്റ്റ് ലോഗൻ വൂൾവറിനെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സീനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ കാണിക്കുന്ന വേറൊരു വെർഷനാണ് വെപ്പൺ ഒമേഗ. ഈ വൂൾവറിനുള്ളത് എർത്ത് 295 അങ്ങനെ മാഗ്നീറ്റോയുടെ ടീമിലുള്ള പുള്ളി അപ്പോക്കലിപ്സുമായിട്ടുള്ളൊരു ഫൈറ്റിലാണ് പുള്ളിയുടെ ഒരു കൈയൊക്കെ പോകുന്നത്. പക്ഷേ അതിനുശേഷം അപ്പോക്കലിപ്സിനും ഡിഫീറ്റ് ചെയ്ത് പുള്ളിയുടെ പവേഴ്സൊക്കെ കിട്ടിയതിന് ശേഷം ഈ ഒമേഗ വെപ്പൺ ഒമേഗ ഒരു റൂത്ത്ലെസ് ടയറൻ്റായിട്ട് വേൾഡിനെ തന്നെ പുള്ളിയുടെ കൺട്രോളാക്കാൻ തുടങ്ങി. ഒരു വില്ലൻ ടീമിനെയും ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വില്ലനായി മാറി. പിന്നെ അങ്ങനെ പുള്ളി ക്രിയേറ്റ് ചെയ്യുന്ന ആ വില്ലൻ ടീമിൻ്റെ പേരാണ് ദ ബ്ലാക്ക് ലീജിയൻ. ആൻഡ് ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ദ കാൽവറീൻ. ആക്ച്വലി നമ്മൾ ഇൻ്റർനെറ്റിൽ ഇടുന്ന ഓരോ മീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്നിയും മാർവലൊക്കെ കാണുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. കാരണം ഇതിന് മുമ്പ് ഒരുപാട് പേര് വൂൾവറിനായിട്ട് ഹ്യൂ ജാക്ക്മാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൻറി കാവലാണ് ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മീംസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെന്തായാലും മാർവലിൻ്റെ കണ്ണി പെട്ടിട്ടുണ്ടാവണം, റയൻ റൊണാൾഡ്സും കണ്ടിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ക്യാമിയ വെച്ചത്. ഇതിൽ ജസ്റ്റ് ആ വൂൾവറിൻ്റെ ഒരു ക്യാമിയ മാത്രം കൊണ്ടുവരാതെ നമ്മുടെ ഹെൻറി കാവലിൻ്റെ ഐക്കോണിക് മൂവ്മെൻ്റ് ആയിട്ടുള്ള ആ റീലോഡ് ഉണ്ട്. ആ റീലോഡ് ചെയ്യുന്ന രീതിക്കായിരിക്കും പുള്ളിയുടെ ക്ലോസ് പുറത്തെടുക്കുന്നത്. എന്തായാലും ഇത് നമ്മുടെ നോർമൽ വൂൾവറിൻ തന്നെ ആയിരിക്കണം, പക്ഷേ ഹെൻറി കാവലിൻ്റെ ഫേസ് വെച്ചിട്ട്. അല്ലാതെ ഈ ഹെൻറി കാവലിൻ്റെ ഫേസിന് വേണ്ടിയിട്ടൊരു വൂൾവറിൻ വെർഷൻ കോമിക്കിൽ എന്തായാലും ഇല്ല. ജസ്റ്റ് ഒരു ഫാൻ ട്രിബ്യൂട്ട് പോലെ വെച്ചതായിരിക്കണം. ഈ പാടം തന്നെ മൊത്തത്തിലൊരു ഫാൻ ട്രിബ്യൂട്ടാണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വൂൾവറിൻ്റെ വെർഷൻസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിൽ പിന്നെ ഡെഡ്പൂളിൻ്റെ കോട്ടക്കണക്കിന് വെർഷൻസിന് കാണിച്ചിട്ടുണ്ട്. സോ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ട് പോലെ ആയിരിക്കും ആ ഡെഡ്പൂൾ വെർഷൻസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.